നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ നവംബർ 18-നാണ് മഞ്ചേശ്വരത്ത് നിന്ന് നവകേരള സദസ്സിൻ്റെ പ്രയാണം ആരംഭിച്ചത്. എങ്ങനെയാണ് അത്തരമൊരു നിലപാട് കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിയുന്നത്? എന്താണ് BJPയോട് ഇത്രയധികം പ്രതിപത്തി? എന്തുകൊണ്ടാണ് BJP മനസ്സിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് കേരള വിരുദ്ധ മനസ്സായി BJPയോടൊപ്പം ചേർന്ന് കോൺഗ്രസും മാറുന്നത്? ഇതാണ് നാടിൻ്റെ അവസ്ഥ. ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കാര്യത്തിലുള്ള ജനങ്ങളുടെ വികാരമാണ്. നവകേരള സദസ്സ് ബഹിഷ്കരിക്കുന്നത് പ്രഖ്യാപിച്ചപ്പോൾ ആ വികാരം ജനങ്ങൾ പ്രകടിപ്പിച്ചു. കാരണം ദീർഘകാലമായി ഇവരുടെ ഈ ബഹിഷ്കരണ രീതി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ജനങ്ങൾ. അതിൻ്റെ ഭാഗമായി തന്നെ ആ ബഹിഷ്കരണത്തെ തള്ളിക്കൊണ്ടുള്ള നിലപാട് ജനങ്ങൾ സ്വീകരിച്ചു. അതാണ് എല്ലാ പ്രദേശത്തും അതിനു മുൻപുള്ള എല്ലാ കൂട്ടായ്മകളെയും കവച്ചു വെക്കുമാറുള്ള 10,000ങ്ങളുടെ കൂടിച്ചേരൽ ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി നടക്കുന്നത്. അതാണ് നമുക്ക് മാവേലിക്കരയിലും കാണാൻ കഴിയുന്നത്. ഈ 10,000 സർക്കാരിന് നൽകുന്ന സന്ദേശമുണ്ട്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ കൂടെയുണ്ട് എന്ന്. ഞങ്ങൾക്കത് മതി. അതിന് നന്ദി നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.